എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സേഫായിരിക്കുന്നു. അങ്ങനെ ആയിരിക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കണ്ടൊരു കാഴ്ച കേട്ടോ. ഇതായിരിക്കും എവരി ഡോഗ് ഹാസ് എ ഡേ എന്ന് പറയുന്നത്. അപ്പം മാസ്കും വെക്കേണ്ട, സാനിറ്റൈസും ചെയ്യില്ല. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് മാസ്ക് വയ്ക്കുക, സാനിറ്റൈസ് ചെയ്യുക. ഇങ്ങനൊരു ഫ്രെയിം വർക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. വളരെ പരിമിതമായ സാധനങ്ങൾ മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ഒരു ന്യൂസ് പേപ്പർ, ബ്രഷ്, ഡബിൾ സൈഡ് ടേപ്പ്, പെയിൻറ്റ്, ഇതുപോലെ കട്ടിയുള്ള എന്തിൻ്റെങ്കിലും ഒരു പുറംചട്ട, അതുപോലെ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പിക്ചർ, നമ്മൾ അരിയൊക്കെ മേടിക്കുന്ന ചാക്കില്ലേ, അങ്ങനത്തെ ഒരു ചാക്ക്, പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ നല്ലൊരു കോട്ടൺ തുണി എന്തിൻ്റെങ്കിലും ഇടയിൽ വെച്ചിട്ട് നന്നായിട്ട് തേച്ചെടുക്കുക. അതിൽ ചുടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് പേപ്പർ ഇങ്ങനെ മടക്കിയെടുക്കുന്നതാണ്. നമ്മുടെ സൈഡിലെ ബോർഡർ ഉണ്ടാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് ഒട്ടിച്ച് നമ്മളെടുക്കണം. ഓക്കെ, നമ്മൾ വെള്ളം ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് മാത്രം ഇടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ വല്ലാണ്ട് കുതിർന്നു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ മടക്കിയെടുത്ത പേപ്പറിൽ ഒരു സൈഡ് മാത്രം ഇതുപോലെ പെയിൻ്റ് അടിച്ച് വെക്കുക. അതിനുശേഷം നമ്മളിതാ ഇതുപോലത്തെ കട്ടിയുള്ള എന്തെങ്കിലും എടുക്കുക. എക്സ്റേയുടെ ഫിലിം ആയാലും മതി. ഇത് ഡിസ്ചാർജ് സമ്മറിയുടെ ഒരു സ്പാട്ടാട്ടോ. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു പിക്ചർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡുകളിൽ നമ്മളുണ്ടാക്കി പേപ്പർ കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫ്രെയിം ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ മുട്ടോ ഇതുപോലെ എന്തെങ്കിലും പൂക്കളോ ഒക്കെ ഈ സൈഡുകളിൽ ഒട്ടിക്കാം കേട്ടോ. വേണമെങ്കിൽ മാത്രം മതി, നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത് ആ തേച്ച് വെച്ചിരിക്കുന്ന ആ കവറുണ്ടല്ലോ, ആ കവറ് ഇതിൻ്റെ മുകളിൽ ടൈറ്റായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഗം തേച്ച് 4 വശവും നന്നായി ഒട്ടിച്ച് അത് ഫിക്സ് ആക്കി വയ്ക്കുക. നമ്മുടെ ഫ്രണ്ട് ഭാഗം മനോഹരമായി. ബാക്ക് ഒന്ന് വൃത്തിയാക്കാനായിട്ടല്ലേ, അതും കൂടി ഒന്ന് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ഈ ഒരു അരി മേടിച്ച ചാക്കിൻ്റെ കവറുണ്ടല്ലോ, ആ കവറിൽ നിന്ന് ഒരു പീസ് കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ട് അതും ഇതിൻ്റെ മറുവശത്ത് നന്നായി ഒട്ടിച്ചു വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഫ്രെയിം വർക്ക് ഏകദേശം പൂർത്തിയായി. ഇത് നമുക്കിത് ഏതെങ്കിലും വോളിൽ ഫിക്സ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒട്ടിച്ചിട്ട്
നമുക്ക് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്രോപ്പറായിട്ട് ഹാങ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ലൈക്ക് ചെയ്യണം. ഇത് ചെയ്യുമെന്ന് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ള ആരിലേക്കെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം നിങ്ങളെല്ലാവരും എന്നെ വാച്ച് ചെയ്തതിന് നിങ്ങൾക്ക് നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.